അത് കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് വന്നേക്കാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പോയാലോ? ഇത് വിഷയം ഭയങ്കര മെറ്റലാണ്. മറ്റേ ഇതാണോ ഈ കളർ ഉള്ളൂല്ല? മതിയോ? വേണ്ട. ഒരിക്കലൊക്കെ സാധനം ഉണ്ടല്ലോ. ഇതും കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. വെള്ളല്ലേ? വെള്ളം എല്ലാം കൊള്ളാം. രണ്ടും രണ്ടായിരുന്നു. പക്ഷേ രണ്ടും പെട്ടെന്ന് എഴുതാവും അല്ലേ? എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഏതാ ഇഷ്ടപ്പെട്ട്? ഇത് ചെറിയ സോഫ്റ്റ്. ഇതും സോഫ്റ്റ് ആണ്. മെറ്റീരിയലൊക്കെ സെയിം തന്നെ. വേണ്ട, ഇത് രണ്ടിലേതല്ലേ എടുത്തോളൂ. ഇതോ ഇത് ബെസ്റ്റ്. ഓ നമ്മൾ ഇത് ഫിക്സ് ചെയ്തു. ഇത് വേണ്ട, ഇത് ചെറുത്, ഇത് വലുത്. ഗർഭിണി അല്ലാത്തപ്പം ചാടി കയറിക്കൊണ്ടിരുന്നവളാണ്. ഗർഭിണി ആയി കഴിഞ്ഞപ്പോ അയ്യോ ഓ പാട്. എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേറെ ഷോപ്പിൽ കയറി. അപ്പം ഈ കിടത്തുന്ന റിസീവിങ് ഇത് ഒന്നുകൂടെ വാങ്ങി. പിന്നെ കുറച്ച് ഡ്രസ്സ്, പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ആ ബെഡ് അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് നെയിൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽ കട്ടർ വാങ്ങി. അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ നോക്കിയിട്ട് പറ്റാത്തത് നമ്മൾ ഈ കടകളിലും കയറി വാങ്ങിയായിരുന്നു. പിന്നെ ടവൽസ് കുറച്ചധികം വേണമല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച്. പിന്നെ ഈ എന്താ പറയുക, എടുപ്പ് അഴിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളും ഒക്കെ മാറ്റി. അപ്പോൾ ഇതൊക്കെ പല ടൈപ്പ് ഓഫ് എന്താ പറയുക റിസീവിങ് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പല കളേഴ്സും ഉണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു എന്താ പറയുക 800 സംതിങ് വരും. അപ്പോൾ അതിൽ നമ്മൾ ആ ബ്ലൂ ആണ് സെലക്ട് ചെയ്തത്. അപ്പം ഓൾറെഡി ഒരെണ്ണം നമ്മൾ വാങ്ങിയിരുന്നു, പക്ഷേ ഒന്നും കൂടെ ഒന്ന് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഒന്നുകൂടെ വാങ്ങിക്കുന്നത്. അപ്പം കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു പലതവണയായിട്ട്. 2-3 ഷോപ്പിൽ കയറി. പിന്നെ ഒത്തിരി കളക്ഷൻസും ഉണ്ട് കേട്ടോ കുട്ടികളുടെ. എന്താ പറയുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. ടവൽസ്, ഫോം ബെഡ് പോലത്തെ സംഭവങ്ങൾ, പിന്നെ എന്താ പറയുക മാറ്റ്സ്, അങ്ങനെ കുളിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ, പിന്നെ ടോയ്സ്, ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ന്യൂ ബോൺ ആയതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വാങ്ങിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എന്തൊക്കെ വാങ്ങി, എന്തൊക്കെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്താ പറയുക മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. എന്തായാലും നമുക്കൊരു ഹോസ്പിറ്റൽ ബാഗ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കണം ഒരു 34 വീക്സ് ഒക്കെ ആകുമ്പോൾ. പിന്നെ പല ടൈപ്പ് സോക്സ് പോലത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ കാണുന്നത് മുന്നേ ഇതേ കടയിൽ നിന്ന് ഒരു വട്ടം നമ്മൾ ഷോപ്പ് ചെയ്തിരുന്നു കുറച്ചധികം സാധനങ്ങൾ. അത് റാപ്പിംഗ് ടവല്, കുറച്ചധികം ഡ്രസ്സ്, ഫീഡിങ് പില്ലോ, പിന്നെ സോക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പൊ നമ്മൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ കുറെ സാധനങ്ങൾ നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, കുറെ സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉടനെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളൊരു ബാഗ് പാക്ക് ചെയ്യുമല്ലോ. അപ്പം കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പൊ അതിനകത്ത് എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടനെ വരുന്നതാണ്.